സാധാരണക്കാരനെ സംബന്ധിച്ച് ഇത് വലിയ വിവരം തന്നെയാണ്. ഈ യുദ്ധ പശ്ചാത്തലത്തിൽ പൊതുമേഖലാ കമ്പനികൾ ഗാർഹിക പാചക ബുക്കിംഗ് നിയന്ത്രിച്ചു തുടങ്ങിയിരിക്കുന്നു. 25 ദിവസങ്ങളുടെ ഇടവേളയിൽ മാത്രമേ ഇനി ഗ്യാസ് ബുക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. പമ്പുടമകൾക്ക് എണ്ണ കടം കൊടുക്കുന്നതും കമ്പനികൾ അവസാനിപ്പിച്ചിട്ടുണ്ട്. ഓട്ടോ LPG ക്ഷാമവും രൂക്ഷമായി. കോഴിക്കോട് നഗരത്തിൽ ഓട്ടോ LPG തീർന്നതോടെ തൊഴിലാളികൾ ആശങ്കയിലാണ്. സിനോജ് തോമസ് ചേരുന്നു. സിനോജ്, ഈ വിവരം എത്ര പേർ അറിഞ്ഞിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. എന്തായാലും ഇതിപ്പോൾ ഈ 2 ബുക്കിങ്ങുകൾക്കിടയിൽ 25 ദിവസത്തെ ഇടവേള വേണമെന്നാണോ മനസ്സിലാക്കുന്നത്? അതിനൊപ്പം തന്നെ LPG ക്ഷാമവും രൂക്ഷമായിരിക്കുകയാണോ? കാര്യങ്ങൾ സാധാരണക്കാരെ സംബന്ധിച്ച് സങ്കീർണമാകുന്ന ഒരു അവസ്ഥയാണോ നിലവിലുള്ളത് സിനോജ്? റോഷ്നി, അതായത് കേന്ദ്ര സർക്കാർ പറയുന്നത് യുദ്ധം കാരണം LPGക്കോ അല്ലെങ്കിൽ ഇന്ധനത്തിനൊന്നും തന്നെ ക്ഷാമമില്ല എന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു. പക്ഷേ നമ്മൾ ഏറ്റവും അടിത്തട്ടിൽ പരിശോധിക്കുമ്പോൾ അതിന്റെ പ്രതിസന്ധി കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാരണമാണ് കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഗാർഹിക പാചകവാതകത്തിന് വില കൂട്ടിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഗാർഹിക പാചകവാതകം അത് ഓർഡർ ചെയ്യണമെങ്കിൽ ഒരു 25 ദിവസത്തെ ഒരു കാലപരിധി കൂടി വെച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ ദിവസമാണ് അത് ഉത്തരവായി വന്നിരിക്കുന്നത്. ഓരോ കമ്പനികളും ഡീലർമാർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇതിനു മുൻപ് ഒരു വർഷം 15 പാചകവാതക സിലിണ്ടറാണ് ഒരു വീട്ടിന് ഒരു കാർഡിന് വാങ്ങാൻ കഴിയുന്നത്. അതിന് നിയന്ത്രണം ഉണ്ടായിരുന്നില്ല. ഇന്ന് ബുക്ക് ചെയ്ത് വാങ്ങിയാൽ അടുത്ത ദിവസം തന്നെ അടുത്ത സിലിണ്ടർ വാങ്ങാമായിരുന്നു. പക്ഷേ ഇന്നലെ മുതൽ അതിന് നിയന്ത്രണം വന്നിരിക്കുന്നു. ഒരു സിലിണ്ടർ വാങ്ങിക്കഴിഞ്ഞാൽ ഇനി അടുത്തത് ബുക്ക് ചെയ്യണമെങ്കിൽ 25 ദിവസം കഴിയണം. കാരണം അത് സുതാര്യമായി നടത്താൻ വേണ്ടിയാണെന്ന് പറയുന്നത്. കാരണം ഒരു ശരാശരി കുടുംബത്തിലാണെങ്കിൽ ഒരു സിലിണ്ടർ തന്നെ ഒരു മാസത്തിലധികം ഉപയോഗിക്കാൻ വേണ്ടി കഴിയും. അതോടൊപ്പം തന്നെ ഒരു സിലിണ്ടർ വീട്ടിലേക്ക് വാങ്ങണമെങ്കിൽ OTP വരും രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക്. ആ OTP കൂടി നൽകിയാൽ മാത്രമേ ഇനി സിലിണ്ടർ ലഭിക്കുകയുള്ളൂ. അതും കൂടി നിർബന്ധമാക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല, പെട്രോൾ പമ്പ് ഉടമകൾക്ക് നേരത്തെ കടം കൊടുക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. അതായത് പണം നൽകാതെ തന്നെ ടാങ്കർ ലോറിയിൽ എണ്ണ കമ്പനികൾ പമ്പിലേക്ക് നൽകുമായിരുന്നു. ഇനിയിപ്പോൾ പണം അഡ്വാൻസായി നൽകിയാൽ മാത്രമേ പമ്പ് ഉടമകൾക്ക് എണ്ണ കമ്പനികൾ എണ്ണ നൽകിയുള്ള ക്രെഡിറ്റ് സമ്പ്രദായം കൂടി എടുത്തു നീക്കിയിരിക്കുന്നു. റിലയൻസിന്റെ ജിയോ പെട്രോൾ പമ്പുകളിലൊക്കെ തന്നെ ഒരു ഹാപ്പി അവേഴ്സ് എന്ന് പറഞ്ഞ ഒരു സ്കീം ഉണ്ടായിരുന്നു കഴിഞ്ഞ ഒരു മാസമായിട്ട്. അതായത് രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ പെട്രോൾ അടിക്കുകയാണെങ്കിൽ 2 രൂപയുടെ ഒരു ഇളവുണ്ടായിരുന്നു. അതും ഇന്ന് മുതൽ കമ്പനി അവസാനിപ്പിച്ചിട്ടുണ്ട്. ഞാനുള്ളത് ഒരു ഓട്ടോ ഡ്രൈവർ അടുത്താണ്. ഇദ്ദേഹം സിദ്ദിഖ് എന്നാണ് പേര്. കോഴിക്കോട് തടമ്പാട്ട് താഴം സ്വദേശിയാണ്. കഴിഞ്ഞ 8 വർഷമായി ഇദ്ദേഹം ഈ ഓടിക്കുന്ന ഓട്ടോറിക്ഷ ഇതാണ്. ഇത് LPGയിൽ ഓടുന്ന ഓട്ടോറിക്ഷയാണ്. നമുക്കറിയാം, ഇലക്ട്രിക്കിന്റെ വാഹനം അല്ലെങ്കിൽ CNG വാഹനമൊക്കെ തന്നെ വരുന്നതിന് മുൻപ് സർക്കാരിന് വലിയ പരസ്യമുണ്ടായിരുന്നു. നിങ്ങൾ LPG ഉപയോഗിക്കും, പ്രകൃതി സൗഹൃദമായ വാഹനം ഓടിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ വാങ്ങിയ ഓട്ടോറിക്ഷയാണ്. കോഴിക്കോട് നഗരത്തിൽ 1000-ലധികം ഓട്ടോറിക്ഷകളുണ്ട്. ഇപ്പോൾ യുദ്ധത്തിന്റെ പേരിൽ LPG കിട്ടാനില്ലെന്ന് പറയുന്നു. ഇതിനു മുൻപ് പല കാരണങ്ങൾ കൊണ്ട് LPG കിട്ടാതെ പോയിരുന്നു. ഇപ്പോഴിതാ ഇദ്ദേഹം ഇന്ധനം അടിക്കാൻ വേണ്ടി LPG അടിക്കാൻ വേണ്ടി പോയി മടങ്ങി വന്ന ആളാണ്. ഇദ്ദേഹത്തിന് ഇന്ന് മാത്രം ഓടാനുള്ള LPG ഇതിനകത്തുള്ളൂ അല്ലേ? അതെ, എനിക്ക് ഇപ്പോൾ ഒരു 2 മണിക്കൂർ കൂടി ഓടാനുള്ള ഗ്യാസ് മാത്രമേ ഇതിൽ സ്റ്റോക്കുള്ളൂ. ഇന്നലെ ഉച്ചക്ക് ഈ ഗ്യാസ് ലോഡ് തീർന്നതാണ്. അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഇതിൻ്റെ പ്രശ്നത്തിൻ്റെ പേരിൽ യുദ്ധത്തിൻ്റെ പ്രശ്നത്തിൻ്റെ പേരിൽ ഗ്യാസ് ഇനി വരണമെങ്കിൽ ഒരു 2-3 ആഴ്ച കഴിയും. അതുവരെ അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് യുദ്ധം നിർത്തണം. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1000-ഓളം വണ്ടികൾ ഒരുപാട് വണ്ടികൾ ഇന്ന് ഓടിയിട്ടില്ല. ഈ LPG വണ്ടികൾ ഓടിയിട്ടില്ല. അപ്പോൾ ഒരുവിധ ആളുകളൊക്കെ ഇപ്പോൾ സൈഡാക്കി തുടങ്ങിയിട്ടുണ്ട്. ഉള്ള ഗ്യാസ് എല്ലായിടത്തും തീർന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്ന് വരും, എപ്പം വരും എന്നുള്ളതൊന്നും യാതൊരു ഉറപ്പും ഇതുവരെ ആരടുത്തൊന്നും കിട്ടിയിട്ടില്ല. അധികാരികളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുന്നേ ഇത് പല പ്രശ്നങ്ങളും ഈ പമ്പ് ഉണ്ടായിരുന്നു. കോഴിക്കോട് 3 പമ്പ് സിറ്റിയിലും ഉണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം കൂടി ഒരു പമ്പായിട്ട് മാറിയിട്ടുണ്ട്. അതും സിറ്റിക്ക്. ഡീസലും പെട്രോളൊക്കെയാണ് നമുക്ക് കന്നാസുകളൊക്കെ വാങ്ങിക്കൊണ്ട് പോവാം. LPG അങ്ങനെ സൂക്ഷിച്ച് വെക്കാനും പറ്റില്ലല്ലോ. പെട്രോളോ ഡീസലോ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വാങ്ങി സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ പറ്റുമായിരുന്നു. ഇതും പറ്റില്ല. അത് ഗ്യാസ് ആയതുകൊണ്ട് എന്താ വെച്ചാൽ ഈ ടാങ്കിൽ കൊള്ളുന്ന 5-10 ലിറ്റർ അടിച്ച് പിന്നീട് നമ്മൾ ഓരോ ദിവസം 2 ദിവസം കൂടുമ്പോൾ അടിക്കാൻ പോകുന്നതാണ്. ഇത് പലപ്പോഴായിട്ട് ഇവിടെ മുടങ്ങുന്ന ഒരു സ്ഥിരം ഏർപ്പാടാണ് ഇതുണ്ടായത്. ഇതിന് മുൻപ് ഞങ്ങൾ അധികാരികളെടുത്ത് പലവട്ടം ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഈ യുദ്ധം വരുന്നതിന് മുന്നേ തന്നെ, ഇപ്പോഴൊന്നുമല്ല, കുറേ വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഞങ്ങൾ ഈ അധികാരികളെടുത്ത് ഇത് ഓർമ്മിപ്പിച്ചതാണ്. ആ അടിക്കുന്ന പമ്പിൽ പല സമയങ്ങളിലും ഗ്യാസ് നിന്നു പോണ ഒരു പരിപാടിയുണ്ട്. അപ്പോൾ അതൊന്നും. അതെ റോഷ്നി, ഇതേത്തെ പോലെ ആയിരക്കണക്കിന് ഓട്ടോ തൊഴിലാളികൾ കോഴിക്കോട് നഗരത്തിലുണ്ട്. ഇപ്പോൾ യുദ്ധത്തിന്റെ പേരിൽ ആണ് LPG ഇവർക്ക് ലഭിക്കാതായിരിക്കുന്നത്. കോഴിക്കോട് നഗരത്തിൽ ഒരു പമ്പ് മാത്രമല്ല. അത് കോഴിക്കോടിന് മാത്രമല്ല, കണ്ണൂർ ജില്ലയിലും സമീപത്തെ എല്ലാ ജില്ലയും, കേരളത്തിലെ എല്ലാ ജില്ലയും ഇതുപോലെ LPGയിൽ ഓടുന്ന ഓട്ടോറിക്ഷകളുണ്ട്, കാറുകളുണ്ട്. അവർക്കൊക്കെ തന്നെ പമ്പുകളിൽ LPG കിട്ടാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഏതായാലും LPG ക്ഷാമമോ ഇന്ധനക്ഷാമമോ ഇല്ല എന്ന് പറയുന്നുണ്ട്. ചില കമ്പനികൾ ഈ കൊമേഴ്സ്യൽ നമ്മൾ വാണിജ്യാവശ്യത്തിന് വാങ്ങുന്ന പാചകവാതക സിലിണ്ടർ ഉണ്ടല്ലോ, അതിൻ്റെ ഉൾപ്പെടെയുള്ള ബില്ലിംഗ് നിർത്തിവെച്ചതായിട്ടുള്ള വിവരങ്ങൾ കൂടി ഡീലർമാർ പറയുന്നുണ്ട്. പക്ഷേ അത് ഔദ്യോഗികമായി ഒരു കമ്പനി ആ കാര്യം പുറത്തേക്ക് പറഞ്ഞിട്ടില്ല. പക്ഷേ ഡീലർമാർക്ക് അങ്ങനെ നിർദ്ദേശം ചില കമ്പനികൾ നൽകുകയും ചെയ്തിട്ടുണ്ടോ റോഷ്നി?
ഓക്കെ, സിനോജ് തോമസ് ആണ് ആ ഓട്ടോറിക്ഷ തൊഴിലാളികളോട് സംസാരിച്ചത്. നോക്കൂ, പശ്ചിമേഷ്യയിൽ നടക്കുന്ന സംഘർഷങ്ങൾ അത് സാധാരണക്കാരന്റെ ദൈനംദിന ജീവിതത്തെ എത്രത്തോളം ബാധിച്ചു എന്നുള്ളതിന്റെ നേർസാക്ഷ്യമാണ് നമ്മൾ കണ്ടത്. ഓട്ടോ LPG ക്ഷാമം രൂക്ഷമായിട്ടുള്ള അവസ്ഥ. ആ ഓട്ടോറിക്ഷക്കാരൻ പറയുന്നു കുറച്ച് മണിക്കൂറുകൾ ഓടാനുള്ള ഇന്ധനമേ ഇനി കയ്യിലുള്ളൂ എന്ന്. ഒരുപാട് ഓട്ടോറിക്ഷക്കാർ LPGയിൽ ഓടുന്നവരൊക്കെ ഇത് ബാധിക്കും.